ആദ്യമായി സ്വാഗതം ആശംസിക്കുകയാണ്. ഞങ്ങൾ ചെറുതുരുത്തി ഭാരതപ്പുഴയിൽ വെച്ചൊരു വള്ളത്തോളിൻ്റെ നാമധേയത്തിലൊരു വള്ളംകളിയുമായി ബന്ധപ്പെട്ടുള്ളൊരു സംഘാടക സമിതിയുടെ പ്രതിനിധികളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. ഒന്നതിൻ്റെ കൺവീനറായ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ വള്ളത്തോൾ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ ഷെയ്ഖ് അബ്ദുൽ ഖാദറാണ്. മറ്റൊന്ന് നിള ബോട്ട് ക്ലബിൻ്റെ MD ശിവശങ്കരൻ സാറാണ്. എൻ്റെ പേര് രാജീവ്. ഞാൻ ഇതിൻ്റെ പ്രോഗ്രാം ഷെയ്ഖ് അബ്ദുൽ ഖാദർ ശിവശങ്കരൻ അതിലില്ല. ഇനീഷിലും കൂടി പറയണം പത്രക്കാർക്ക്. കെ ശിവശങ്കരൻ, ഉണ്ണികൃഷ്ണൻ മുണ്ടനാട്ട് എന്ന് പറഞ്ഞ ഇതിന്റെ ഫിനാൻസ് കമ്മിറ്റിയുടെ കൺവീനറാണ്. ഞാൻ രാജീവ് പിള്ളത്തതിന്റെ പ്രോഗ്രാം കോർഡിനേറ്ററാണ്. നിള ബോട്ട് ക്ലബിന്റെ തന്നെ സെക്രട്ടറി ജിതേഷ്, ഇംഗ്ലീഷിലേക്ക് അറിയില്ല, ജിതേഷ് തുടങ്ങിയവരാണ് ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, സംസ്കാരം രൂപീകൃതമാകുന്നതിന് നദീതടങ്ങളിൽ നിന്നാണ് നമുക്ക് നല്ല ധാരണയുള്ള ആളുകളാണ്, പഠിച്ചതാണ്. നിളയും കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ഒരു പുഴ എന്ന രൂപത്തിൽ തുഞ്ചത്തെഴുത്തച്ഛനാണെങ്കിലും കുഞ്ചൻ നമ്പ്യാരാണെങ്കിലും വള്ളത്തോളാണെങ്കിലും ഒക്കെ നിള നദി തീരത്ത് സംസ്കാരവുമായി ബന്ധപ്പെട്ട് നാം എന്നും നിത്യസ്മാരകങ്ങളായി ഇന്നും മലയാളി കൊണ്ടാടുന്ന പേരുകളാണിതൊക്കെ. ഭാരതപ്പുഴയുടെ തീരത്ത് തന്നെയാണ് വള്ളത്തോളിന്റെ സ്മൃതി മണ്ഡപമുള്ളത്. ആ സ്മൃതി മണ്ഡപത്തിന് തൊട്ട് നിളയുടെ ഓളപ്പരപ്പിൽ അവിടെ വള്ളുവനാട് അത്ര പരിചയമില്ലാത്ത ഒരു പുതിയ കായിക പ്രകടനം, വള്ളംകളി നടത്തപ്പെടുകയാണ്. നാളെയാണ് ഉച്ചയ്ക്ക് 2 മണിക്ക് ഇത് ആരംഭിക്കും. 9 ചുരുളൻ വള്ളങ്ങളാണ് ഇത് പങ്കെടുക്കുന്നത്. മറ്റേ ചുണ്ടൻ വള്ളങ്ങളല്ല, ചുരുളൻ വള്ളങ്ങളാണ്. ചുരുളൻ വള്ളങ്ങൾ ആദ്യം ഈ 9 ഒന്നിച്ച് അണിനിരുന്ന വർണ്ണാഭമായ ഘോഷയാത്രയോടുകൂടിയാണ്, ജലഘോഷയാത്രയോടുകൂടിയാണ് ഇത് ആരംഭിക്കുന്നത്. പിന്നീട് നമ്മൾ മത്സരം അതിനുശേഷം 3 മണിക്ക് തുടങ്ങും. 3 ഇതായി ഹീറ്റ്സ് ആയിട്ടാണ് തുടങ്ങുന്നത്. ക്വാർട്ടറും സെമിയും ഫൈനലും പിന്നെ ലൂസേഴ്സ് ഫൈനൽ എന്ന് തുടങ്ങിയ തരത്തിലാണ് ഇതിൻ്റെ മത്സരം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിൽ പങ്കെടുക്കുന്ന ടീമുകൾ എന്ന് പറയുന്നത് ഇന്നിപ്പോൾ നെഹ്റു വള്ളംകളിയാണ്, അവിടെ തന്നെ പങ്കെടുക്കുന്ന പല ടീമുകളും ആണ് ഇവിടെയും പങ്കാളികളാവുന്നത്. 9 ചുരുളൻ വള്ളങ്ങളായി വരുന്ന ഒന്ന് നാട്ടുകൊമ്പൻ, മറ്റൊന്ന് വടക്കും നാഥൻ, പറക്കും കുതിര ജൂനിയർ, മിഖായിൽ, പുളിക്കക്കടവൻ, വീരപുത്രൻ, അമ്പലപ്പറമ്പൻ ജൂനിയർ, ഈഗിൾ ജെറ്റ്, സൂപ്പർ ജെറ്റ് തുടങ്ങിയ വള്ളങ്ങളാണ് ഈ വള്ളംകളി മത്സരത്തിൽ രജിസ്റ്റർ ചെയ്ത് പങ്കെടുക്കുന്നത്. മുൻകൂട്ടി തന്നെ അതിൻ്റെ രജിസ്ട്രേഷനും ഒക്കെ നടത്തി പ്രാപ്തരായ ആളുകളെ ആണ് പങ്കെടുപ്പിക്കുന്നത് എന്നതാണ് ആമുഖമായി പറയാനുള്ളത്. ഇതിന് വിപുലമായൊരു സംഘാടക സമിതി രൂപീകരിച്ചിട്ടുണ്ട്. ആലത്തൂർ MP കെ രാധാകൃഷ്ണൻ, പാലക്കാട് MP VK ശ്രീകണ്ഠനുമാണ് തുടങ്ങിയുള്ള രക്ഷാധികാരികൾ, MLA മാർ, ചേലക്കരയുടെ MLA UR പ്രദീപ്, ഷൊർണൂർ MLA മമ്മിക്കുട്ടി തുടങ്ങിയ രക്ഷാധികാരികളായിട്ടുള്ള ഒരു സമിതിയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ്, വള്ളത്തോൾ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് ഈ സംഘാടക സമിതിയുടെ ചെയർപേഴ്സൺ സ്മിത ഹരി. ഇതിൻ്റെ കൺവീനറായിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ എന്ന രൂപത്തിലുള്ള ഒരു കമ്മിറ്റിയാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. എന്തായാലും അതിൻ്റെ പല ഘട്ടങ്ങൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പ്രാദേശികമായ പത്രസമ്മേളനവും പത്രപ്രവർത്തകരുടെ വലിയ സഹായവും ഒക്കെ നമുക്ക് അനുകൂലമായി കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് കൊണ്ട്, ഇന്നുവരെ ഇല്ലാത്ത ഒരു കാഴ്ചയാണ് എന്നുള്ളത് കൊണ്ട്, ചരിത്രത്തിൽ ആദ്യമായാണ് വള്ളത്തോളിൻ്റെ പേരിൽ ഇത് നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് വലിയ പിന്തുണ നിങ്ങൾ ഓരോരുത്തരുടെയും കിട്ടേണ്ടതുണ്ട്. പുഴ ഇപ്പം എന്തായാലും അത്യാവശ്യം വെള്ളത്തോടു കൂടി ഒഴുകുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് അത്തരം അതിൻ്റെ സേഫ്റ്റി മെഷർമെൻറ്റും മറ്റു കാര്യങ്ങളും ഒക്കെ, ടെക്നിക്കൽ കാര്യങ്ങളെല്ലാം നമ്മളതിൻ്റെ സേഫ്റ്റികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ആമുഖമായി പറയാനുള്ളത്. എന്തെങ്കിലും ചോദ്യങ്ങളോ മറ്റ് സംശയങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് ദൂരീകരിക്കാവുന്നതും കൂടിയാണ്. ഭാരതപ്പുഴ ഈ ചെറുതുരുത്തി പാലം തൊട്ട് റെയിൽവേ പാലം വരെയാണ് ഇതിന്റെ മത്സരം നടക്കുന്ന പ്രദേശം. തുടക്കം ഇപ്പുറത്തുനിന്ന് അങ്ങോട്ടാ, ഒഴുക്കിനെതിരെയാണ്. അല്ല, ഇങ്ങോട്ടാണ്. 2 പാലങ്ങളുടെ ഇടയിൽ ടു റെയിൽവേ, കൊച്ചിൻ പാലം ടു റെയിൽവേ പാലം. ഇവിടുന്ന് അങ്ങോട്ടാണ്, ഒഴുക്കിനെതിരെയാണ് മത്സരം നടക്കുന്നത്. ഫിനിഷിംഗ് പോയിന്റ് അവിടെയാണ്. അതിലേക്ക് പോയില്ല, തൊട്ടിപ്പുറത്ത് പാലത്തിന് സ്റ്റാർട്ട് ചെയ്യും. ഫൈനൽ റെയിൽവേ പാലത്തിന്റെ അവിടെ
ഫോട്ടോ ഈ പാലത്തിൽ നിന്ന് എടുക്കാം, അപ്പുറത്തോട്. അത് പിന്നെ ഇതിനകത്ത് ഒരു ലൈസൻസോട് ഒരു നിള ബോട്ട് ക്ലബ് എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്. അവർക്കാണ് ഇതിന് ലൈസൻസ് ഉള്ളത്. ഇത് ഇവിടെ ഈ ബോട്ട് ഇറക്കാനുള്ള ലൈസൻസ് അവരുടെ പ്രൊമൈസിലാണ് നമ്മൾ നടത്തുന്നത്. അവിടെ നമുക്ക് ഇതിന് പത്രക്കാർക്കും ഫോട്ടോസിനൊക്കെ ഉള്ള സൗകര്യം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. പവലിയൻ ഉണ്ട്. മനസ്സിലായി. അതിന്റെ ഒരു ഫോട്ടോ. സമ്മാനം ഇത് വള്ളത്തോൾ ട്രോഫി എന്ന് പറഞ്ഞ ട്രോഫിയാണ്. ഇപ്പോൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഉണ്ട്. പിന്നെ ലൂസേഴ്സ് ഫൈനലിൽ ഫസ്റ്റ്, ഫോർത്ത്, ഫിഫ്ത്ത് അങ്ങനെ സമ്മാനങ്ങളാണുള്ളത്. ക്യാഷ് അവാർഡും ഉണ്ട്. 25,000 രൂപയാണ് ഫസ്റ്റ് പ്രൈസിന്റെ സമ്മാനം. രണ്ടാമത് 15, മൂന്നാമത് 10,000. ഇങ്ങനെയാണ് അതിന്റെ ക്യാഷ് പ്രൈസ് ഇക്കുറി വരുന്നത്. ഇത് ഫ്ലാഗ് ഓഫ് എന്ന് പറഞ്ഞ പരിപാടി UR പ്രദീപാണ് നിറവേറ്റുന്നത്. UR പ്രദീപ് മമ്മിക്കുട്ടിയും കൂടിയാണ് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത്. സമാപന സമ്മേളനത്തിൽ 2 MP മാരും പങ്കെടുക്കാമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പിന്നെ ഷൊർണൂർ നഗരസഭാ ചെയർപേഴ്സണും അഡ്വക്കേറ്റ് P നിർമ്മലയും ഉണ്ടാവും. മന്ത്രി അല്ല, അതിനൊരു സമയം എന്താ വെച്ചാല് നമ്മൾ ഇതിന്റെ ഇടയിൽ മഴ ഒന്ന് കനത്തല്ലോ. കേരളത്തിൽ ആകെ വെള്ളം കളിയായിരുന്നു. അപ്പോൾ അതിന്റെ ഒരു സമയം കുറവ് കിട്ടി. നമുക്ക് സംഘാടനത്തിന് വലിയ സമയം കിട്ടിയില്ല എന്നൊരു പരിമിതിയാണ്. അപ്പൊ അവർക്കാണെങ്കിൽ മുൻകൂട്ടി, അതുകൊണ്ടാണ് ശ്രമിക്കാതിട്ടല്ല. പക്ഷെ ഇല്ല ഈ നമ്മള് ഫുട്ബോൾ അസോസിയേഷൻ പോലെ ഇതിന് ചില അസോസിയേഷൻ ഉണ്ട്. അവരാണിത് കണ്ടക്ട് ചെയ്യുക. ടീമുകൾ അവരെ കൊണ്ടുവരാം. നമ്മൾ ഇതേവരെ നെഹ്റു ട്രോഫി വള്ളംകളിയാണ് കേരളത്തിലെ ഏറ്റവും നന്നായിട്ട് നടക്കുന്ന ഒരു വള്ളംകളി. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഈ വള്ളുവനാട്ടിൽ ഇതേവരെ ഒരു വള്ളംകളി ഉണ്ടായിട്ടില്ല. അപ്പൊ നെഹ്റു ട്രോഫി വള്ളംകളി കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ ഒരു ജലോത്സവമായിട്ട് നമ്മൾ വള്ളത്തോൾ ട്രോഫി വള്ളംകളി മാറ്റണം എന്നാണ് നമ്മളുടെ ഒരു ഇത്. കഴിഞ്ഞ വർഷം ഈ നിള ബോട്ട് ക്ലബിന്റെ പേരിൽ അവരുടെ കെയർ ഓഫിൽ നമ്മൾ ഒരു വള്ളംകളി നടത്തിയിരുന്നു. പക്ഷെ ഈ വർഷം അതിനൊരു ജനകീയ മുഖം ഉണ്ടാക്കി, ജനകീയ സമിതി അതിന് രൂപീകരിച്ച് ജനങ്ങൾ ഇതിലേക്ക് ഇറങ്ങി വന്നു. 2 MP മാരും 2 സ്ഥലത്തുണ്ട്. രണ്ടിന്റെ ബോർഡറാണ് വരിക. നമ്മുടെ ആലത്തൂര് നിയോജകമണ്ഡലത്തിന്റെ പാലക്കാട് നിയോജകമണ്ഡലത്തിന്റെ ബോർഡറാണ്. ഷൊർണൂരിന്റെയും ചെറുതുരുത്തിന്റെയും ബോർഡറിലാണ് ഭാരതപ്പുഴ. നിളാനദി എന്നാണ് എന്റെ പേര്. ഭാരതപ്പുഴ എന്ന് പറയുന്നത്. ഭാരതപ്പുഴയുടെ രണ്ടിന്റെയും കരയിലാണ് ഈ ചെറുതുരുത്തിയിൽ നിന്നും ഷൊർണൂരിൽ നിന്നും ഒരേമാതിരി വ്യൂയർഷിപ്പ് ഉണ്ട്. 2 സ്ഥലത്തു നിന്നും ധാരാളം ആൾക്കാർക്ക്, ആയിരക്കണക്കിന് ആൾക്കാർക്ക് പുഴയിൽ നിന്ന് നിന്നിട്ട് ഒരുവിധ അപകടങ്ങളും ഇല്ലാതെ കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. നമുക്ക് ആവശ്യമുള്ള വെള്ളം തടയണ തൊട്ട് താഴെ ഉണ്ടോ എന്നുകൊണ്ട് ആവശ്യമുള്ള വെള്ളം അവിടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ വള്ളത്തോൾ ട്രോഫി വള്ളംകളി എന്നുള്ളത് നമ്മളുടെ വള്ളുവനാടിന്റെ വലിയൊരു പെരുമയായി നെഹ്റു ട്രോഫി വള്ളംകളിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു അവിടെയുള്ള, അതിപ്പോ രാജീവ് സൂചിപ്പിച്ച പോലെ നെഹ്റു ട്രോഫി വള്ളംകളിയിൽ മത്സരിക്കുന്ന വള്ളങ്ങളാണ് നമ്മൾ ഇവിടെ കൊണ്ടുവരുന്നത്. അതിലെ 9 വള്ളങ്ങളെ വെച്ചിട്ടാണ് ആദ്യം ഹീറ്റ്സ് ഉണ്ടാവും. അത് കഴിഞ്ഞാൽ നമ്മള് ക്വാർട്ടർ ഫൈനല്, സെമി ഫൈനല്, ഫൈനല്, ലൂസേഴ്സ് ഫൈനല്, അങ്ങനെ വെച്ചിട്ടാണ് നമ്മളത് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. എന്താണ് അതിനുള്ള ആഴം പോലെ അവരാണ് തീരുമാനിക്കാൻ. ട്രാൻസ്പോർട്ടേഷൻ, ചുണ്ടമുള്ളം ട്രാൻസ്പോർട്ടേഷൻ വലിയ ഇതിലാവുമ്പോ 12 തുഴക്കാരും ഒരു അമരക്കാരനാണ് ഉണ്ടാവും. അത് മിനിമം 25 പേരുണ്ട് ചുണ്ടമുള്ളത്തിന് ട്രാൻസ്പോർട്ടേഷൻ വെള്ളത്തിൽ കൂടെ ജലമാർഗമേ അത് വരാൻ പറ്റും. കരയിൽ കൂടെ ട്രാൻസ്പോർട്ടേഷൻ ചുണ്ടമുള്ളങ്ങളിൽ കഴിയില്ല. എന്തോ നമുക്ക് അങ്ങോട്ട് മാർഗമില്ലല്ലോ. ഭാരതപ്പുഴയിലേക്ക് കണക്ടിവിറ്റി ഇല്ല. കൊടുങ്ങല്ലൂർ വരെ വരാൻ പറ്റും. ചുണ്ടമ്പള്ളങ്ങളെ മിനിമം 20 മീറ്റർ ഉണ്ടാവും. ചുണ്ടമ്പള്ളം 20 മീറ്റർ റോഡ് കൂടെ, പിന്നെ അത് പൊട്ടിപ്പോകും. റോഡ് കൂടെ കെട്ടുവള്ളങ്ങളെ കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ഇവിടെ വന്നാലും അത് റിപ്പയർ ചെയ്യാൻ പറ്റും. കോസ്റ്റ്ലിയാണ് ചുണ്ടമ്പള്ളം. ഒരിക്കലും വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ കരയിലേക്ക് കയറ്റാൻ പറ്റില്ല ചുണ്ടമ്പള്ളം. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ മുഴുവൻ വെള്ളത്തിൽ കൂടെ തന്നെ പോകണം. അപ്പൊ വെള്ളത്തിന്റെ കണക്ടിവിറ്റി ഉള്ള സ്ഥലങ്ങളിലേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അത് മാറ്റി ഇതായി. ഇതും വലിയ വള്ളങ്ങൾ തന്നെയാണ്. മിനിമം 10 മീറ്ററെങ്കിലും വണ്ടിയിൽ കൊണ്ടുവരും. അതിപ്പോ അവിടുന്ന് ഈ നെഹ്റു ട്രോഫി കഴിഞ്ഞിട്ട് വേണം വരാൻ. അതാണ് ഞങ്ങള് 23rd ആക്കിയത്. 22 അവിടെയാണ്. നാളെ, ഇന്നിപ്പോ നെഹ്റു ട്രോഫി കഴിയും. അത് കഴിഞ്ഞിട്ട് വേണം അവിടുന്ന് വള്ളങ്ങള് വരും. അത് കാരണം നാളെ ഉച്ചയ്ക്ക് ശേഷമാണ് നമ്മൾ 2 മണിക്ക് മത്സരം തുടങ്ങും. 2 MLA മാര് കൂടിയിട്ട് ഫ്ലാഗ് ഓഫ് ചെയ്യും. 2 MP മാര് കൂടിയിട്ട് എന്റെ സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം, ട്രോഫി വിതരണം, അങ്ങനെയാണ് ഇപ്പൊ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഓണാഘോഷത്തിന് ഞാൻ പറഞ്ഞില്ലേ, വള്ളവനാട്ടിൽ ഇല്ലാത്ത ഒരു ഓണാഘോഷമാണ്. വലിയ തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട് ജനകീയമായ സംഘാടക സമിതി. നിള ബോട്ട് ക്ലബ്ബ് ആണ് അതിന്റെ പ്രൊമൈസ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആവേശകരമായ ഈ മത്സരത്തിന് അതുപോലെ തന്നെ നമ്മൾ ഓരോ വള്ളവും ഓരോ പ്രായോജകരാണ് ഇറക്കുക.
അപ്പോൾ കുറച്ചുകൂടി ആവേശം കൂടുമല്ലോ. അങ്ങനെ 12 ആളാണ് തുഴക്കാരുണ്ടാവുക, 13 ആൾ, ഒരു അമരക്കാരനും 12 തുഴക്കാരാണ് ഒരു വള്ളത്തിൽ ഉണ്ടാക്കുക. അതാണ് അതിന്റെ ഒരു ചെറിയ ധാരണ. 9 സ്പോൺസർമാർ ആ. 9 സ്പോൺസേഴ്സ് ക്ലബ്ബ്, അവര് ക്ലബ്ബുകളാ, ഈ വരുന്ന ടീമുകൾ ക്ലബ്ബുകളാ. ഞാൻ നേരത്തെ വായിച്ച ക്ലബ്ബുകളാണ്. ഇത് വള്ളായോണ്ട് അതിന് രജിസ്ട്രേഷനും ലൈസൻസുകളും വേണം. തുഴക്കാർ മുഴുവൻ ലൈസൻസ്ഡ് ആൾക്കാരും. അവര് പിന്നെ അവരുടെ വെയിറ്റിനൊക്കെ എന്തൊക്കെ കണക്കൊക്കെ ഉണ്ട്. അവര് ഭക്ഷണം അത് വേറെ ഉണ്ട്. അത് ഈ സംഘാടക സമിതി എടുക്കും. അവർക്ക് വേണ്ട എല്ലാ ചെലവും നമ്മൾ കൊടുക്കും. അവിടുന്ന് വള്ളം അവിടുന്ന് വരണല്ലോ. വള്ളങ്ങൾ മുഴുവൻ അവിടുന്ന്, ഇവിടെ ഒന്നും ഈ വള്ളങ്ങൾ ഇല്ലല്ലോ. അപ്പൊ അതിനു വേണ്ടി ഈ വള്ളം രജിസ്റ്റേർഡ് ആണ്. വെള്ളത്തിന് ലൈസൻസ് വേണം, ബിസിനസ് ലൈസൻസും ഇതൊക്കെ വാട്ടർ അതോറിറ്റിന്ന് എടുത്തിട്ടുള്ള വള്ളങ്ങളും തുഴക്കാരും അതിന് ലൈസൻസ് ഉള്ള തുഴക്കാരെ പറ്റുള്ളൂ. ഈ ജനറൽ കൺവീനർ രണ്ടുമൊക്കെ പറയുന്നതായാലും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രോഗ്രാം കൺവീനർ രാജീവ് സൂചിപ്പിച്ചു. അപ്പോൾ നമ്മുടെ വള്ളത്തോൾ പഞ്ചായത്തിലും ഭാരതപ്പുഴയിലും ആദ്യമായിട്ടാണ് ഇങ്ങനൊരു മത്സരം നടക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും മകവഴിഞ്ഞ സഹായം ഇതിനുണ്ടാകണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് കൺവീനർ എന്ന നിലക്ക്. ഇതിപ്പോ ഒരു സ്റ്റേജ് കിട്ടില്ല. ഭാരതപ്പുഴ വിശാലമായി കിടക്കുകയാണല്ലോ. ഒന്ന് ഷൊർണൂരിൻ്റെ ഒരു ഭാഗത്താണ് മണൽപ്പരപ്പ് കൂടുതലുള്ളത്. അപ്പോൾ ആളുകൾ വന്നാൽ, എത്ര ആളുകൾ വന്നാലും ഉൾക്കൊള്ളാൻ കഴിയും. പിന്നെ ഉള്ളത് ബോട്ട് ക്ലബിന്റെ പരിസരത്താണ് നിൽക്കാൻ കഴിയുക. അവിടെ നമുക്കൊരു 12,000 ആൾക്ക് നിൽക്കാനാണ് കഴിയുക. ബാക്കി ആളുകൾക്ക് പാലത്തിലും മണൽപ്പരപ്പിലും വിശാലമായി വള്ളംകളി കാണാൻ വേണ്ടി നിൽക്കാൻ വേണ്ടി കഴിയും. മണൽപ്പരപ്പുള്ളത് ഷൊർണൂരിന്റെ ഭാഗത്താണ് കൂടുതലായിട്ടുള്ളത്. അവിടെയാണ് വൈകുന്നേര സമയത്ത് ആളുകൾ ഒഴിവു സമയം ചെലവഴിക്കാൻ വേണ്ടി എത്തുക. അവിടെ ആളുകൾക്ക് വിശാലമായി കാണാൻ വേണ്ടി സൗകര്യമുണ്ട്. ഇപ്പോ ഭാരതപ്പുഴ ഒഴുക്ക് എന്ന് പറയുന്നത് തെക്ക് വശത്ത് വെള്ളത്തുനാൾ പഞ്ചായത്തിന്റെ ഭാഗത്താണ്. ഇതിന്റെ മണൽപ്പരപ്പ് കൂടുതലായി കിടക്കുന്നത് ഷൊർണൂർ ഭാഗത്താണ്. അവിടെയാണ് ആളുകൾക്ക് വിശാലമായി നിൽക്കാൻ വേണ്ടി കഴിയുക. മറ്റു വരുന്ന പ്രധാനപ്പെട്ട ആളുകൾക്കും സംഘാടകർക്ക് ഈ ഭാഗത്ത് നിൽക്കാൻ വേണ്ടി കഴിയും. ലൈസൻസ് ക്ലബിനാണ്. അങ്ങനെ എല്ലാ ലൈസൻസോടും കൂടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. പോലീസിന്റെ പെർമിഷനോടും എല്ലാ അസാറ്റ്സും നമ്മൾ മുൻകൂട്ടി കണ്ടിട്ടാണ് ചെയ്യുന്നത്. ബാക്കിയുള്ള നിങ്ങളുടെ കയ്യിലാണ് ഉള്ളത്. നമ്മളത് നെഹ്റു ട്രോഫി വള്ളംകളി പോലെ ഫേമസ് ആയിട്ട് നമുക്ക് ഇവിടെ ഒരു വള്ളംകളി കൊണ്ടുവരണം. അതിന് നിങ്ങൾ പ്രത്യേകിച്ചൊന്ന് സഹായിച്ചു കഴിഞ്ഞാൽ നമുക്കിത് എല്ലാ വർഷവും ഈ കാലത്ത് ഓണത്തോടനുബന്ധിച്ച് നെഹ്റു ട്രോഫി വള്ളംകളി കഴിഞ്ഞാൽ അതിന്റെ പിറ്റേ ദിവസം വള്ളത്തോൾ ട്രോഫി വള്ളംകളി എന്ന് വള്ളത്തോളിന്റെ പേരിൽ കേരളത്തിലെ ഏറ്റവും മഹാനായ ഒരു കവിയായിരുന്നു വാഗവിയുടെ കലാവണ്ണം, ലോകം മുഴുവൻ അറിയുന്ന കലാവണ്ണമുണ്ട്. രാജീവ് സൂചിപ്പിച്ച അതിന്റെ സമാധിയോട് തൊട്ട് ചേർന്നിട്ടാണ്. വാഗവി ഉണ്ടാക്കിയ കലാവണ്ണത്തിനോട് ചേർന്നിട്ടാണ് ഈ പുഴ ഒഴുകി പോകുന്നത്. അവിടെ സമാധിയോട് ചേർന്നിട്ടാണ് നമ്മളത്. അതുകൊണ്ടാണ് വള്ളത്തോൾ ട്രോഫിയിൽ നിന്ന് നമ്മൾ പേരിട്ട്. അതായത് വള്ളത്തോൾ ഗ്രാമപഞ്ചായത്താണ് നടത്തുന്നത്. ബാക്കി നിങ്ങൾ കൂടി ഒന്ന് സഹായിച്ചാൽ നമുക്കത് ട്രോഫിക്കാട്ടിലും നല്ല ഒരു വള്ളംകളിയാക്കി